എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നിയാൻസ്. ഉച്ചയൂണ് തയ്യാറാക്കാൻ പറ്റിയ കുറച്ച് കറികളും അതിൻ്റെ റെസിപ്പിയുമാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. പച്ചക്കറിയൊക്കെ ഇട്ട് വെച്ച തീയലും പയറ് തോരനും അതേപോലെ ഉരുളക്കിഴങ്ങ് പെരട്ടും അങ്ങനെ എല്ലാം കൂടിയുണ്ട്. എല്ലാം ഒന്ന് കണ്ടു നോക്കൂ. ആദ്യം നമുക്ക് പച്ചക്കറി കൊണ്ടുള്ള തീയൽ തയ്യാറാക്കാം. അപ്പോൾ അതിനുവേണ്ടി ഇതാ കുറച്ച് തേങ്ങ തിരുമിയത് പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നല്ലതുപോലെ ഒന്ന് വറുത്ത് കോരി എടുക്കണം. അപ്പോൾ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഫ്ലെയിം മീഡിയത്തിലിട്ട് കൊടുത്ത് ഇതാ ഈ ഒരു കളറാകുന്നത് വരെ തേങ്ങയൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഇതാ 1 ടീസ്പൂൺ നിറയെ മുളക് പൊടിയും അതേപോലെ തന്നെ 1 ടീസ്പൂൺ നിറയെ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മസാലയുടെയൊക്കെ പച്ചമണം മാറ്റി നന്നായിട്ട് ഇതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഫ്ലെയിം സിമ്മിലാക്കിയതിന് ശേഷം വേണം മസാല ഇട്ട് കൊടുത്ത് ഇതേപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാൻ. നന്നായിട്ട് കളർ മാറി വരണം, എന്നാലേ തീയലിന് നല്ലൊരു കളർ കിട്ടുകയുള്ളൂ. ഈ ഒരു രീതിയിൽ നന്നായിട്ട് കളർ മാറി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് വൻപയറാണ്. വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തതാണ്. 2 മണിക്കൂറോളം കുതിർത്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് വെള്ളം ഒഴിച്ച് കൊടുത്ത് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തൊന്ന് വേവിച്ചെടുക്കാം. അത് വേകുന്ന സമയം കൊണ്ട് അതിനുള്ള അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് തേങ്ങ തിരുമിയത് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് 3-4 വെളുത്തുള്ളിയും കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂണോളം ജീരകവും ഇട്ട് കൊടുത്തൊന്ന് ചതച്ചെടുക്കാം. ഇനി തയ്യാറാക്കിയ അരപ്പ് മാറ്റി വയ്ക്കാം. ഇത് പച്ചക്കറിയാണ് തീയൽ തയ്യാറാക്കാൻ വേണ്ടി. കുറച്ച് വെണ്ടയ്ക്കയും 1 ഉരുളക്കിഴങ്ങും തക്കാളി സവാളയും 2 വഴുതനയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതാ ഈ ഒരു രീതിയിൽ എല്ലാം കൂടി അരിഞ്ഞെടുത്ത് വയ്ക്കാം. ഇനി നമുക്ക് തീയൽ തയ്യാറാക്കാം. അതിനുവേണ്ടി ചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തൊന്ന് മൂപ്പിച്ചെടുക്കാം. അത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചക്കറി എല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പച്ചക്കറി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റോളം എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. വഴറ്റി കൊടുക്കുന്ന സമയത്ത് കഷ്ണങ്ങൾക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഇട്ട് കൊടുത്ത് വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു രീതിയിൽ ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം നന്നായി സിമ്മിലാക്കിയതിന് ശേഷം അടച്ചു വെച്ച് 2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. കഷ്ണങ്ങളൊക്കെ എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേകാൻ ആവശ്യമുള്ള ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം മൂടി വയ്ക്കാം. ഇനി കഷ്ണങ്ങൾ വേകുന്നതുവരെ വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് തീയലിനുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അത് വറുത്ത് വെച്ചിരുന്ന തേങ്ങ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്ത് അരയാൻ ആവശ്യമുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതിലേക്ക് കുറച്ച് പുളിയും കൂടി ചേർത്ത് കൊടുക്കണം. പുളി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതിനെ ഒന്ന് അരച്ചെടുക്കാം. തീയലിനൊക്കെ അരയ്ക്കുമ്പോൾ നന്നായിട്ട് ഫൈൻ പേസ്റ്റായിട്ട് വേണം അരച്ചെടുക്കാൻ. ഈ സമയത്ത് ഇത് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിരുന്ന പയർ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തോരൻ വയ്ക്കാം. അതിനുവേണ്ടി ഒരു ചീനിച്ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുത്തൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി ആ മൂത്തതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചതച്ച തേങ്ങ ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം. അപ്പോൾ അരപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ഈ അരപ്പിനെ നന്നായിട്ടൊന്ന് എണ്ണയിലിട്ട് വഴട്ടി ഒന്ന് മൂപ്പിച്ചെടുക്കണം. ആ അരപ്പ് എണ്ണയിൽ കിടന്ന് അതിലെ ഈർപ്പൊക്കെ മാറി നന്നായിട്ടൊന്ന് മൂത്ത് വരണം. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പയറും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ രീതിയിൽ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം മൂടി വെച്ച് ഫ്ലെയിം നന്നായി സിമ്മിലാക്കിയിട്ട് ഏകദേശം 1 മിനിറ്റോളം ഒന്ന് ആവി കയറ്റിയെടുക്കാം. ഇപ്പം തോരൻ നന്നായിട്ട് പരുവായി കിട്ടിയിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടുപ്പിൽ നിന്ന് മാറ്റാം. ഞാൻ ഈ രീതിയിലാണ് പയർ തോരൻ വെക്കുന്നത്. നല്ല ടേസ്റ്റാണ്. ഇനി അടുപ്പിലേക്ക് വേകാൻ വെച്ചിരുന്ന പച്ചക്കറികളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അരപ്പ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കറിക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ കഷ്ണത്തിനുള്ള ഉപ്പ് മാത്രമേ ചേർത്ത് കൊടുത്തിരുന്നുള്ളൂ. അപ്പം കറിക്ക് ആവശ്യമുള്ളതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് മൂടി വയ്ക്കാം. ഇനി കറി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അതായപ്പോൾ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. കഷ്ണങ്ങളിലേക്ക് അരപ്പൊക്കെ പിടിച്ച് നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം നന്നായി സിമ്മിലാക്കി എണ്ണ തെളിയുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് മീൻ വറുക്കാനുള്ള മസാല പുരട്ടി വയ്ക്കാം. ചെങ്കലവ മീനാണ്. അതിലേക്ക് മുളക് പൊടിയും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് വെളുത്തുള്ളി ചതച്ചതും വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മസാല പുരട്ടിയെടുക്കാം. മീനിലേക്ക് ഈ ഒരു രീതിയിൽ മസാല പുരട്ടിയതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. ചോറുണ്ണുന്ന സമയത്ത് വറുത്തെടുക്കാം. ഇപ്പോൾ എണ്ണ തെളിയാനിട്ടിരുന്ന തീയിൽ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് പരുവായി വന്നിട്ടുണ്ട്. അപ്പോൾ അതും അടുപ്പിൽ നിന്ന് മാറ്റാം.
ഇനി ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടി തയ്യാറാക്കാം. അതിനുവേണ്ടി കുറച്ച് വറ്റൽമുളകും മല്ലിയും ഉഴുന്ന് പരിപ്പും കടലപ്പരിപ്പും കുറച്ച് വലിയ ജീരകവും സാദാ ജീരകവും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. പാനിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നതെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വരണം. മൂത്ത് നല്ലൊരു കളർ മാറി വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്ന് മാറ്റാം. അപ്പോൾ അത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയമാകുമ്പോഴേക്കും നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റി തണുക്കാൻ വയ്ക്കാം. ഇനി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് പൊടിച്ചെടുക്കാം. ഇത് 3 ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുത്തതാണ്. അത് ആ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് വേകാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം മൂടി വെച്ച് ഉരുളക്കിഴങ്ങ് വേകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ അത് ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളം മാറ്റി കളഞ്ഞതിന് ശേഷം ഉരുളക്കിഴങ്ങ് അതിൽ നിന്നും മാറ്റിയെടുക്കാം. ഇനി അതേ പാനിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് കടുകും കറിവേപ്പില ഇട്ട് കൊടുത്തൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി അതിലേക്ക് ഒരു സവാള സ്ലൈസ് ചെയ്തതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പാനിലേക്ക് ഇട്ട് കൊടുത്ത സവാള നല്ലതുപോലെ ഒന്ന് വഴണ്ട് വരണം. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതായത് സവാള ഈ ഒരു രീതിയിൽ നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്ത് നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന മസാലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഏകദേശം 1 മിനിറ്റോളം ഈ ഒരു രീതിയിൽ അടുപ്പിലിട്ട് തന്നെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്ന് മാറ്റാം. ഈ ഒരു രീതിയിൽ ഉരുളക്കിഴങ്ങ് ഇങ്ങനെ ഒന്ന് മെഴുക്ക് പുരട്ടി നോക്കും. നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതും അടുപ്പിൽ നിന്ന് മാറ്റാം. ഇതാ മീനും വറുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇനി എല്ലാം കൂടി ചേർത്ത് നമുക്ക് ചോറ് വിളമ്പിയെടുക്കാം. ഈ ഉച്ചയൂണിൻ്റെ കറികൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ. ഇനി പാത്രത്തിലേക്ക് ചോറും കറികളും ഒക്കെ വിളമ്പി കഴിക്കാം. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.